Dear students, today we are discussing the topic forfeiture of shares. Forfeit ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, forfeiture of shares means cancellation of share capital due to non-payment of allotment or call money. That is due to non-payment of any of the installments. ഒരു ഷെയർ ഹോൾഡർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കോൾസിൻ അരിയർ എന്ന് പറയും. ഇത്തരം കേസുകളിൽ കമ്പനിക്ക് അയാളുടെ ഷെയർസ് തന്നെ ക്യാൻസൽ ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് കോൾഡ് forfeiture. So it is the cancellation of share capital due to non-payment of allotment money, call money or any of the installments. Okay, then on allotment, on forfeiture, the shareholder ceases to be a member. ആ forfeit ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷെയർ ഹോൾഡർ കമ്പനിയുടെ മെമ്പർ അല്ലാതായി മാറും. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത്, ഇഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവൈഡ്, then the company can forfeit. So forfeiture is possible only if articles of association provides for it. Okay, the directors have the power to forfeit the shares due to non-payment. അപ്പം അങ്ങനെ നോൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ, ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഷെയർ ഡയറക്ടേഴ്സിനുണ്ട്. ഓക്കെ, ആൻഡ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ഷെയർ ഹോൾഡർ വിൽ നോട്ട് ബി റീഫണ്ടഡ്. ഫോർഫീച്ചറിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ 10 രൂപയുടെ ഷെയറിൽ ഒരു ഷെയർ ഹോൾഡർ 8 രൂപ കൊടുത്തിട്ടുണ്ട്, 2 രൂപ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്താൽ പോലും ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ വിൽ നോട്ട് ബി റീഫണ്ടഡ്. നമ്മളിതിനെ ഫോർഫീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ്. അയാളുടെ പൈസ കമ്പനി തന്നെയാണ് കണ്ടുകെട്ടുക. ഇറ്റ് വിൽ നോട്ട് ബി റീഫണ്ടഡ്. ഇയാൾക്ക് തിരിച്ചു കൊടുക്കുകയില്ല. ദെൻ there are certain conditions for forfeiture. First one, authority to forfeit. Forfeit ചെയ്യാനുള്ള അതോറിറ്റി, ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ആർട്ടിക്കിൾസ്. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമാണ്. ദാറ്റ് ഈസ് ദ പവർ ടു ഫോർഫീറ്റർ മസ്റ്റ് ബി എക്സ്പ്രസ്ലി ഗിവൺ ഇൻ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കൃത്യമായി എക്സ്പ്രസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോർഫീച്ചർ സാധ്യമാവുക. സെക്കൻഡ്ലി, ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് കോൾസ്. ഫോർഫീറ്റ് ചെയ്യണമെന്നുള്ളൊരു കണ്ടീഷനാണ് ഏതെങ്കിലും ഒരു കോൾ അടക്കുന്നതിൽ ഡീഫോൾട്ട് വരുത്തണം. വെറുതെ റെഗുലറായി പൈസ അടക്കുന്ന ആളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ദ ഷെയർസ് ക്യാൻ ബി ഫോർഫീറ്റഡ് ഓൺലി ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾസ് ഓർ നോട്ട് ഫോർ ദ ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് എനി അതർ ഡെറ്റ്സ്. മറ്റേതെങ്കിലും ഡെറ്റ് അടക്കുന്നതിൽ, ഈ കോൾ മണി അല്ലാത്ത മറ്റേതെങ്കിലും ഡെറ്റ് അടക്കുന്നതിൽ ഡീഫോൾട്ട് ചെയ്യുന്ന ആളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ കഴിയുകയില്ല. പകരം ഓൺലി ഓൺ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾസ്. ദെൻ തേർഡ്, ഇറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾസിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോർഫീച്ചർ ഷാൽ ബി വാലിഡ് ഓൺലി വെൻ ദ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾസ് ആർ സ്ട്രിക്ട്ലി കംപ്ലൈഡ് വിത്ത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെ പ്രൊവിഷനാണോ പറയുന്നത് അത് സ്ട്രിക്റ്റായി ഫോളോ ചെയ്താൽ മാത്രമേ ഫോർഫീച്ചർ സാധ്യമാവുകയുള്ളൂ. ആൻഡ് ഫോർത്ത് വൺ, ബോണഫൈഡ് ആൻഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദ കമ്പനി. നമ്മളിങ്ങനെ ഫോർഫീച്ചർ നടത്തുന്നത് ബോണഫൈഡ് ആയിട്ടായിരിക്കണം, സത്യസന്ധമായി കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം. ഏതെങ്കിലും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഫോർഫീച്ചർ. ദ റൈറ്റ് ടു ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഈസ് ഇൻ ദ നാച്ചർ ഓഫ് ട്രസ്റ്റ് ആൻഡ് സോ ഇറ്റ് ക്യാൻ ബി എക്സൈസ്ഡ് ബോണഫൈഡ് and only for the benefit of the company. So the power cannot be exercised hastily or for private ends. മറ്റേതെങ്കിലും വിദ്വേഷം ഉണ്ടാക്കാനോ സ്വകാര്യമായ ആവശ്യങ്ങൾക്കോ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. പകരം കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി ആയിരിക്കണം. ആൻഡ് ഫിഫ്ത്ത് കണ്ടീഷൻ, നോട്ടീസ് ടു ഡീഫോൾട്ടിങ് ഷെയർ ഹോൾഡർ. നമ്മൾ ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡീഫോൾട്ട് ചെയ്യുന്ന ഷെയർ ഹോൾഡർ ആണോ അയാൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. നോട്ടീസ് പ്രസിഡൻറ്റ് ടു ഫോർഫീച്ചർ മസ്റ്റ് ബി ഗിവൺ ടു ദ ഡീഫോൾട്ടിങ് ഷെയർ ഹോൾഡർ. ഈ ഡീഫോൾട്ടിങ് ഷെയർ ഹോൾഡർക്ക് ഫോർഫീച്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോട്ടീസ് കൊടുത്തിരിക്കണം. ഇൻ ദ മാറ്റർ ഓഫ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ടെക്നിക്കാലിറ്റീസ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഒബ്സർവ്ഡ്. ടെക്നിക്കൽ എററുകൾ, അത് ചിലപ്പോൾ നമ്മൾ നോട്ടീസ് കൊടുത്തു, മറ്റേതെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കാരണം നോട്ടീസ് കിട്ടാത്ത വരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ടെക്നിക്കൽ പ്രോബ്ലംസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഫോർഫീറ്റ് ചെയ്യാൻ. So these are the conditions for forfeit.
നെക്സ്റ്റ് ഏരിയ പ്രൊസീജിയർ ഫോർ ഫർഫീച്ചർ ഓഫ് ഷെയർസ്. ഷെയർ ഫർഫീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് വൺ, ദ സെക്രട്ടറി ഷാൾ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡീഫോൾട്ടേഴ്സ്. ഡീഫോൾട്ടിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ അടക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ പൈസ അടക്കാത്തവരുടെ ഒരു ലിസ്റ്റ് ആദ്യമേ കമ്പനി സെക്രട്ടറി പ്രിപ്പയർ ചെയ്യുന്നു. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ദെൻ പാസസ് എ റെസൊല്യൂഷൻ ഇൻസ്ട്രക്റ്റിംഗ് ദ സെക്രട്ടറി ടു സെൻഡ് കോൾ നോട്ടീസ് ടു സച്ച് ഡീഫോൾട്ടേഴ്സ്. രണ്ടാമത് ചെയ്യേണ്ടത് ഈ ഒരു ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി അവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പാസ്സാക്കണം. തേർഡ്, ആസ് പെർ ദ റെസൊല്യൂഷൻ ദ സെക്രട്ടറി ഡെസ്പാച്ചസ് നോട്ടീസ്. ഈ ഒരു തീരുമാനപ്രകാരം സെക്രട്ടറി രജിസ്റ്റേർഡ് ലെറ്ററിൽ ഈ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നോട്ടീസ് അയക്കണം. ആസ്കിങ് ദം ടു പേ ദ കോൾ ഡ്യൂസ് വിത്തിൻ 14 days. ഏത് ഇൻസ്റ്റാൾമെൻറ്റാണ് ഡ്യൂ അത് 14 ദിവസത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് സഹിതം അടക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സെക്രട്ടറി നോട്ടീസ് കൊടുക്കണം, രജിസ്റ്റേർഡ് നോട്ടീസ്. ആൻഡ് ഫോർത്ത് വൺ, എ സെക്കൻഡ് വാർണിംഗ് നോട്ടീസ് മേ ബി സെൻഡ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇഫ് കോൾ മണി ഈസ് നോട്ട് റിസീവ്ഡ് വിത്തിൻ 14 days ദ ഫോർഫീച്ചർ ഷാൾ ഫോളോ. അടുത്തതായിട്ട് ചെയ്യേണ്ടത് വീണ്ടും ഒരു നോട്ടീസ് കൊടുക്കണം. 14 ദിവസത്തിനുള്ളിൽ ഇനിയും അടച്ചിട്ടില്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർണിംഗ് നോട്ടീസ് കൂടി സെക്രട്ടറി അയക്കണം. ആൻഡ് ലാസ്റ്റ്ലി, ഈ നോട്ടീസ് ഇൻഇഫക്റ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ സെക്രട്ടറി കൺവീൻസ് എ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് പ്ലേസസ് ദ ഫാക്ട് ബിഫോർ ഇറ്റ്. സെക്രട്ടറി ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കണം. ആ മീറ്റിങ്ങിൽ എന്താണോ സംഭവിച്ചത് ആ കാര്യം ഇൻഫോം ചെയ്യണം. ദ ബോർഡ് ദെൻ പാസസ് എ ഫോർമൽ റെസൊല്യൂഷൻ ടു ഫോർഫീറ്റ് ദ ഷെയർസ്. ഇങ്ങനെ വിളിച്ച മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർഫീറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം പാസ്സാക്കുകയും ചെയ്യും. So these are the procedures for forfeiture of shares. There is one more topic, that is annulment of forfeiture. Annulment, അതായത് നമ്മൾ ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഷെയർ ഹോൾഡർക്ക് തോന്നുകയാണ് എൻ്റെ കയ്യിൽ പൈസ അടക്കാമെന്ന് തോന്നുകയാണെങ്കിൽ അത് തിരിച്ച് അയാളുടെ ഫോർഫീച്ചറിന് തന്നെ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ annulment ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, if the defaulting shareholder likes to pay the amount due and request the company to cancel the forfeiture, secretary should take the following steps. അതായത് ഫോർഫീച്ചറിന് ശേഷം ഒരു ഷെയർ ഹോൾഡർക്ക് പൈസ കൊടുക്കാൻ തോന്നുകയാണ്, അയാൾ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എനിക്ക് പൈസ അടക്കാൻ അവസരം തരണം എന്ന് പറയുകയാണെങ്കിൽ ഈ കേസിൽ സെക്രട്ടറി 2 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, എ ബോർഡ് മീറ്റിംഗ് ടു ബി കൺവീൻഡ് ടു സെറ്റിൽ ദ ടേംസ് ഓഫ് annulment ഓർ cancellation ഓഫ് forfeiture. ദിസ് വിൽ ബി ഡൺ ബൈ പാസിങ് എ റെസൊല്യൂഷൻ. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കണം. അപ്പോൾ അതിലാണ് ഈ അനൽമെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഫോർഫീറ്റ് ചെയ്തത് ക്യാൻസലേഷൻ ഓഫ് ഫോർഫീച്ചർ എന്ന് പറയാം. ഇതിനു വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിൽ അതിനു വേണ്ടിയുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം. സെക്കൻഡ്, എ ലെറ്റർ ഷുഡ് ബി സെൻഡ് ടു ദ ഷെയർ ഹോൾഡർ ഇൻഫോമിംഗ് ദാറ്റ് on fulfillment of the conditions laid by the board, his name will be entered in the register of members. രണ്ടാമത് ചെയ്യേണ്ടത് സെക്രട്ടറി ഈ ഷെയർ ഹോൾഡേഴ്സിന്, ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ച ഷെയർ ഹോൾഡേഴ്സിന് ഒരു നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിൽ പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തീരുമാനങ്ങൾ, ആ കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ, അതായത് കൃത്യമായി പൈസ അടക്കുകയാണ്, ബോർഡ് തീരുമാനിച്ച പോലെ വരികയാണെങ്കിൽ അവരുടെ പേര് ഈ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ രേഖപ്പെടുത്തുന്നതാണ്, അതായത് അവരെ വീണ്ടും ഷെയർ ഹോൾഡേഴ്സായി എടുക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് കൂടി കൊടുക്കണം. അപ്പോൾ അതോടുകൂടി ഷെയർ ഹോൾഡർ പൈസ അടക്കുന്നു, അയാൾ കമ്പനിയുടെ ഭാഗമായി മാറുന്നു. ഇതിനെയാണ് നമ്മൾ annulment ഓഫ് ഫോർഫീച്ചർ, ഫോർഫീച്ചറിനെ ക്യാൻസൽ ചെയ്യുന്നതാണ് annulment. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ത്രൂ ദ ജേണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഷെയർ ഫോർഫീച്ചറുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ജേണൽ എൻട്രീസാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂവിന്, ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ ഫോർഫീച്ചറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെങ്കിൽ ഇത്തരം ഷെയറിൻ്റെ ഫോർഫീച്ചറാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്തത് 10 രൂപയുടെ ഷെയറാണ്. ആ 10 രൂപയുടെ ഷെയറിൻ്റെ വാല്യൂ അപ്ലിക്കേഷൻ മണി 3 രൂപ, അലോട്ട്മെൻറ്റ് മണി 4 രൂപ,
ദെൻ ഫസ്റ്റ് കോൾ മണി 3 രൂപ. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ അപ്ലിക്കേഷൻ മണി പെയ്ഡ്, അലോട്ട്മെൻറ്റ് മണി പെയ്ഡ്, ബട്ട് ഫസ്റ്റ് കോൾ മണി നോട്ട് പെയ്ഡ്. ഫസ്റ്റ് കോൾ മണി അടക്കാത്ത ഷെയറാണ്. ഈ ഷെയറാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി വരിക ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടൻറ്റ്. എപ്പോഴും നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ അലോട്ട്മെൻറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ, ഈ കേസിലൊക്കെ ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഇവിടെ ഈ ഷെയർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 10 രൂപയുടെ ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10. ആ ഷെയറിൻ്റെ ഫുൾ വാല്യൂ ആണ് എല്ലാ കേസുകളിലും നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ടു ഷെയർ അലോട്ട്മെൻറ്റ്, ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുക അലോട്ട്മെൻറ്റ് മണി അടക്കാത്ത കേസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ഷെയർ അലോട്ട്മെൻറ്റ് വേണ്ട. ഓക്കെ. ടു ഷെയർ ഫസ്റ്റ് കോൾ, അത് നമ്മൾ ഫസ്റ്റ് കോളാണ് അടക്കാത്തതെങ്കിൽ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഷെയർ ഫസ്റ്റ് കോൾ ഇയാൾ അടക്കാത്ത പൈസ 3 രൂപയാണ്. ഷെയർ ഫസ്റ്റ് കോൾ 3 രൂപ. ടു ഷെയർ ഫോർഫീറ്റഡ്, ഷെയർ ഫോർഫീറ്റഡിൽ കാണിക്കുക എമൗണ്ട് പെയ്ഡ് ആണ്, എമൗണ്ട് റിസീവ്ഡ്. ഓൾറെഡി ഈ ഷെയർ ഹോൾഡർ അടച്ച പൈസ ഇയാൾ 3 + 4 7 രൂപ അടച്ചിട്ടുണ്ട്. 7 രൂപ അടച്ചിട്ടുണ്ട്, 3 രൂപ അടച്ചിട്ടില്ല. ഈ ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എൻട്രി വരിക ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ ₹10, ടു ഷെയർ ഫസ്റ്റ് കോൾ ₹3 ആൻഡ് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ₹7. ഇനി ഇതിങ്ങനെ 10, 3, 7 എന്നല്ല കാണിക്കുക, പകരം ഇയാൾ ഇപ്പോൾ ഈ ഷെയർ ഹോൾഡർ ഇയാളുടെ കയ്യിൽ 200 ഷെയറാണ് ഉള്ളതെന്ന് വിചാരിക്കുക. 200 ഷെയറിൻ്റെ ഫസ്റ്റ് കോളാണ് അടക്കാത്തതെങ്കിൽ നമ്മൾ ചെയ്യുക ഷെയർ ക്യാപിറ്റൽ 10 × 200 2000. ടു ഷെയർ ഫസ്റ്റ് കോൾ 3 × 200 600. ദെൻ ഷെയർ ഫോർഫീറ്റഡ് 7 × 200 അല്ലേ 1400. ഓക്കെ. ഈ രൂപത്തിലാണ് നമ്മൾ എൻട്രി എഴുതുക. ക്ലിയർ ആണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ മോർ എക്സാമ്പിൾ, ഷെയർ അപ്ലിക്കേഷൻ മണി 2 രൂപ, ഷെയർ അലോട്ട്മെൻറ്റ് മണി 3 രൂപ, ഷെയർ ഫസ്റ്റ് കോൾ 5 രൂപ. ഒരു 100 ഷെയറുള്ള ഷെയർ ഹോൾഡർ, 100 ഷെയറുള്ള ഷെയർ ഹോൾഡർ ഇയാൾ അപ്ലിക്കേഷൻ മണി കൊടുത്തു, അലോട്ട്മെൻറ്റ് മണിയും ഫസ്റ്റ് കോൾ മണിയും കൊടുത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ്. ഈ ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ എമൗണ്ട് പെയ്ഡ് ₹2 ഓൺലി, എമൗണ്ട് അൺപെയ്ഡ് ₹3 + 5 8 rupees അൺപെയ്ഡാണ്. ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എൻട്രി വരെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഷെയർ ക്യാപിറ്റൽ 10 രൂപ തന്നെയാണ്. 10 × 100 100 ഷെയറാണ് ഇയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ 1000 രൂപയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ടു ഷെയർ അലോട്ട്മെൻറ്റ്, അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് എഴുതണം. ഇവിടെ അലോട്ട്മെൻറ്റ് പെയ്ഡ് അല്ല. അപ്പോൾ 100 × 300 300 ആണ് അല്ലേ. 3 രൂപ വെച്ച് 100 ഷെയറിന് മുകളിൽ 300 രൂപ അലോട്ട്മെൻറ്റ് മണി അൺപെയ്ഡ് ആണ്. ടു ഷെയർ ഫസ്റ്റ് കോൾ, ഫസ്റ്റ് കോൾ അൺപെയ്ഡ് 5 രൂപയാണ്. 5 × 100 500 രൂപ ഷെയർ ഫസ്റ്റ് കോൾ. ടു ഷെയർ ഫോർഫീറ്റഡ്, ടു ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക എമൗണ്ട് പെയ്ഡ്. ഇയാൾ അടച്ച പൈസ 2 രൂപയാണ്. 2 × 100 200. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെബിറ്റ് 1000 ആണെങ്കിൽ ക്രെഡിറ്റും എത്ര തന്നെ വരണം? 1000 രൂപ വരണം. ഓക്കെ. ദിസ് ഈസ് ദ ജേണൽ എൻട്രി ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. ഇനി സെക്കൻഡ് കേസ് വരുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത ഷെയർ ഉണ്ടായിരിക്കാം. അതായത് 10 രൂപയുടെ ഷെയർ 11 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ജേണൽ എൻട്രി വരിക. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 10 രൂപയുടെ ഷെയറാണ്. 10 രൂപയുടെ ഷെയറിൽ അയാൾ 2 രൂപ 3 രൂപ ദെൻ 6 രൂപ. ഇതാണ് നമ്മുടെ കേസ് എന്ന് വിചാരിക്കുക. ഇതിൽ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 2 രൂപ അപ്ലിക്കേഷൻ മണി, 2 രൂപ അലോട്ട്മെൻറ്റ് മണി, 1 രൂപ പ്രീമിയം, അങ്ങനെയാണ് 3 രൂപ. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് കോൾ ₹6. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 11 rupees ഉണ്ട്. അതായത് 1 രൂപ പ്രീമിയം, അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ 1 രൂപ പ്രീമിയം ഉണ്ട്. ഈ ഷെയറുള്ള ഒരു 1000 ഷെയറുള്ള ഒരു വ്യക്തി ഇയാൾ ആപ്ലിക്കേഷൻ മണി അടച്ചു, അലോട്ട്മെൻറ്റ് മണി അടച്ചു, ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല. ഓക്കെ. ഫസ്റ്റ് കോൾ നോട്ട് പെയ്ഡ്. ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇതിൻ്റെ എൻട്രി വരെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് കോൾഡ് അപ്പ് ലെസ് പ്രീമിയം.
പ്രീമിയം ഒഴിവാക്കി ബാക്കി കോൾ ചെയ്ത എമൗണ്ടാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീമിയം കൂടാതെ കളക്ട് ചെയ്യും. മൊത്തം 11 രൂപ കോൾഡാണ്, പക്ഷേ 1 രൂപ പ്രീമിയമാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ എപ്പോഴും കാണിക്കുക 10 രൂപ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 10 × 1000 10,000 റുപ്പീസാണ് ഷെയർ ക്യാപിറ്റൽ കാണിക്കുക. ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്ററിൽ നമ്മൾ കാണിക്കുക ഷെയർ പ്രീമിയമാണ്. പ്രീമിയം 1 രൂപയാണ്. ഓക്കെ, ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് 1 രൂപയാണ്. ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 1 രൂപ. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രീമിയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് കൃത്യമായി വായിച്ചു നോക്കാം. പ്രീമിയം കോൾഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. പ്രീമിയം കോൾഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. പ്രീമിയം കോൾ ചെയ്തു പക്ഷേ കിട്ടാത്ത എമൗണ്ടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കിട്ടാത്ത എമൗണ്ട് ആണോ? അല്ല. നമുക്ക് 2 രൂപ ആപ്ലിക്കേഷൻ മണിയും 3 രൂപ അലോട്ട്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രീമിയവും റിസീവ്ഡ് ആണ്. നമുക്ക് ഇവിടെ കിട്ടാത്തത് ഫസ്റ്റ് കോൾ മാത്രമാണ്. അപ്പോൾ പ്രീമിയം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രീമിയം റിസീവ്ഡ് ആണ് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ നമ്മൾ പ്രീമിയം റിസീവ്ഡ് ആണെങ്കിൽ നമ്മൾ ഈ പ്രീമിയത്തിൻ്റെ എൻട്രി ഇവിടെ എഴുതേണ്ട ആവശ്യമേ ഇല്ല. എങ്ങനെയാണോ നമ്മൾ ഇഷ്യൂഡ് അറ്റ് പാറിൻ്റെ എൻട്രി എഴുതുന്നത് അതിന് മാത്രം എൻട്രി എഴുതിയാൽ മതി. അപ്പോൾ അതായത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10 രൂപ ടു ഷെയർ അലോട്ട്മെൻറ്റ് ഓൾറെഡി പെയ്ഡ് ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ടു ഫസ്റ്റ് കോൾ എത്രയാണ്? ടു ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് 6 രൂപ അല്ലേ? 6 രൂപയാണ് ഫസ്റ്റ് കോൾ. ടു ഷെയർ ഫോർഫീറ്റഡ് എമൗണ്ട് പെയ്ഡിലും 2 + 2 എത്ര കാണിച്ചാൽ മതി? 4 രൂപ കാണിച്ചാൽ മതി. ഇയാൾ 5 രൂപ അടച്ചിട്ടുണ്ട്, 1 രൂപ പ്രീമിയമാണ്. പക്ഷെ പ്രീമിയത്തിൻ്റെ പ്രത്യേകത, പ്രീമിയം പെയ്ഡ് ആണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഒരിക്കലും ഷെയർ ഫോർഫീച്ചറിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർഫീറ്റ് ചെയ്യുമ്പോഴും റീഇഷ്യൂ ചെയ്യുമ്പോഴും ഒന്നും പ്രീമിയം കാണിക്കുകയില്ല. കമ്പനിക്ക് ഒരാളിൽ നിന്ന് മാത്രമേ പ്രീമിയം കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രീമിയവുമായി ബന്ധപ്പെട്ട ഒരു ജേർണൽ എൻട്രിയും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ അല്ലേ? നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 3 രൂപ ആപ്ലിക്കേഷൻ മണി, 2 രൂപ അലോട്ട്മെൻറ്റ് മണി, ദെൻ 1 രൂപ പ്രീമിയം, അങ്ങനെ ടോട്ടൽ 3 രൂപയുണ്ട്. ഇപ്പോൾ 6, ദെൻ 5 രൂപ ഫസ്റ്റ് കോൾ. ഈ കേസിൽ ഒരാൾ ആപ്ലിക്കേഷൻ മണി 3 രൂപ പെയ്ഡ്, ബാക്കി ഒരു പൈസയും ഇയാൾ കൊടുത്തിട്ടില്ല. അലോട്ട്മെൻറ്റ് മണി 3 രൂപയുണ്ട്, പ്രീമിയം അടക്കം അത് കൊടുത്തിട്ടില്ല. ദെൻ 5 രൂപ ഫസ്റ്റ് കോൾ മണി അതും കൊടുത്തിട്ടില്ല. ഈ കേസിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ബാധകമാണ്. പ്രീമിയം കോൾഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. പ്രീമിയം കോൾഡ് ആണ്, പക്ഷേ ഷെയർ ഹോൾഡർ തന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ബാധകമാണ്. ഇപ്പോഴാണ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം എഴുതുക. അപ്പോൾ ഇവിടെ ഈ കേസിൽ 1000 ഷെയർ ഉള്ള ഒരാൾ ഇങ്ങനെ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10 × 1000 എപ്പോഴും ഷെയർ ക്യാപിറ്റൽ ഫേസ് വാല്യൂ ആണ് കാണിക്കുക. അപ്പോൾ 10,000 റുപ്പീസാണ് ഷെയർ ക്യാപിറ്റൽ കാണിക്കുക. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം 1 രൂപയാണ്. നമ്മൾ നോക്കുന്നത് ഇതാണ്, പ്രീമിയം കോൾഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. 1 × 1000 രൂപ. ടു ഷെയർ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് കാണിക്കുക. ഇവിടെ ഷെയർ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല. ഓക്കെ, അലോട്ട്മെൻറ്റ് മണി, അരിയേഴ്സ് ഓൺ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത പൈസ എത്ര രൂപയാണ്? 3 രൂപ. 2 + 1 3 രൂപ. ദെൻ ഷെയർ ഫസ്റ്റ് കോൾ 5 രൂപ. ഓക്കെ, ദെൻ ടു ഷെയർ ഫോർഫീറ്റഡ് എമൗണ്ട് പെയ്ഡ് നമ്മുടെ ആപ്ലിക്കേഷൻ മണി 3 രൂപ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് ടാലി ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഡെബിറ്റ് 10 + 1 11 രൂപ, ക്രെഡിറ്റ് 3 + 5 + 3 11 രൂപ. ഓക്കെ, ഇതാണ് ഷെയർ ഫോർഫീച്ചറുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് ഇഫ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ദെൻ നെക്സ്റ്റ് കേസ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്ത ഫോർഫീച്ചർ, ഷെയറിൻ്റെ ഫോർഫീച്ചർ. നമ്മൾ പറഞ്ഞു പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് പറ്റില്ല, സ്വെറ്റ് ഇക്വിറ്റിക്ക് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 2013 ആക്ട് പ്രകാരം ഈ ഒരു കേസ് ഡിസ്കൗണ്ടിൻ്റെ ഇഷ്യൂവിൻ്റെ കേസ്
നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അനുവദനീയമല്ല. അതേസമയം 1956 ആക്ട് പ്രകാരം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൽക്കാലം ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, ഈ 2 ജേണൽ എൻട്രി മാത്രം എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, നമ്മൾ ഈ കുറച്ചുകൂടി ഏരിയ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്, ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ റീ ഇഷ്യൂ. അപ്പോൾ അത് റീ ഇഷ്യൂവിന് മുമ്പ് നിങ്ങൾ ഈ 2 ജേണൽ എൻട്രി എഴുതിയെടുത്ത് പഠിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.